Language Day every year on 21st February. ലോക മാതൃഭാഷാ ദിനം ഭാഷയുടെ വൈവിധ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധമുണ്ടാക്കി. My name is Madhavi, I'm from Alapi, I speak Malayalam, but I'm just like you. My name is Nattival, I'm from Srinagar. My name is Nattival, I'm from Srinagar. I speak Kashmiri, but I'm just like you. My name is Shubhrata, I'm from Kolkata. My name is Shubhrata, I'm from Kolkata. I speak Bengali, but I'm just like you. My name is Vasundhara, I'm from Vadodara. My name is Vasundhara, I'm from Vadodara. I speak Gujarati, but I'm just like you. My name is Arundhati, I'm from Guwahati. My name is Arundhati, I'm from Guwahati. I speak Assamese, but I'm just like you. My name is Benjamin, I'm from Tanjim. My name is Benjamin, I'm from Tanjim. I speak Konkani, but I'm just like you. My name is Rani Mai, I'm from Chennai. My name is Rani Mai, I'm from Chennai. I speak Tamil, but I'm just like you. I am Surinder from Chandigarh. Aha, 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 aha. I am Surinder
Budapest is a vibrant ritual art form of തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നും ത്യാഗിക്കാൻ യുടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യകേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻ കളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ പറഞ്ഞ ദിവസമല്ലേ? പൂതനം അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ട് പോകും. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റ് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാണ് അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിക്കല്ലോ. പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരു നീതി വന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കം. പാപ്പ കൊടുക്കും, പാലും കൊടുക്കും, പാവ കൊടുക്കുന്നു നങ്ങേരി. കാറ്റിയ മോരൊഴിച്ചൊട്ടി വടിപ്പിച്ച് കാക്കേ കൂട്ടേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ ശേഖരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിച്ചു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അങ്ങനെ കൂട്ടുക തട്ടിയുറപ്പിച്ചു താഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോന്നതും നോക്കി ആ അമ്മ
സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂക്കരളെ പൂർണ്ണനയും പൊൻകതിരും പോലെയെഴു താണികളെ കാട്ടിലെറിഞ്ഞിങ്ങനയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പൂർണ്ണനയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെ നീലക്കല്ലോലകളെ മാന്തളിരി തൂവല്ലി ചെറുമുല്ല പൂമുടയ പൂന്തണലി ചെറുകാറ്റത്തിരിടയിരുന്നെഴുതാലോ ഓലയെഴു താണികളെ കാട്ടിലെറിഞ്ഞിങ്ങനയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയിൽ ഓലയെഴു താണികളെ കാട്ടിരിനാ ഞാൻ കളവൂ, കാട്ടിരിനാ ഞാൻ കളവൂ. എഴുത്താണി ഇമ്പല്ലേ. അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടുണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയലങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. എവിടെ പോയി നങ്ങേടി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീക്കി കളിക്കും പരമീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂത്തക്കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടി ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ. പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ. പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിലേ നാളമ്മ. കാറ്റിൻ കുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കം മുന്നിലാളമ്മ. കാറ്റുടിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ. അരിയായി കുട്ടിയായി ചെന്നു ഭൂതം സരികന്റെ കുഞ്ഞിലേ എത്താളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും
കിഴികെട്ടി തന്നില്ല പൊന്നാരക്കുത്തനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിലെത്തിച്ചു തൊഴുതുടച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികേ ഭൂതമേ അമ്മയ്ക്കിപ്പോ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. തെറ്റിക്കോലു ഭരിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാക്കോടടുക്കേ നോദി ഭൂതം അമ്മയെ രുത്തി തുമ്മ കൊടുത്തി സഞ്ചിതമോദം മൂർധാനിങ്കൽ തടകി തടകി പുല്ലിയ മാറെ വേലി ൊന്നോദിയേറ്റ പെറ്റവയത്തിനെ വഞ്ചിക്കുന്നൊരു കൊട്ടൂതമിതെന്നു കയത്താൾ താപം കൊണ്ടു വിളക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂത എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. ജെട്ടി വിറച്ചു പതിച്ചു ദൂരം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനീ മേലിൽ മറച്ചു പിടിച്ച് എന്നുടെ നേരെ കോപമിലേറെ കരുതരുതെന്നെ നീട്ടിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിലു തന്നെ നോക്കൂ തൊഴുതു വിറക്കേ നിന്നു ഭൂതം ഒത്തുമടങ്ങി അടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാതെ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങടെ കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിയൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ചു വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഭൂതമല്ലേ?
അമ്മയുടെ മനസ്സൊന്ന്. അത് അമ്മുവിന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ കുടികൊട്ടും കളമൊത്തു ചിലമ്പിക്കലന്തലുകൾ അയ്യയ്യാവരവം വിളിക്കും കുലനെയ്യിലൂതും കാതിൽ ചുറ്ററ തോടകളുടെ അലവരകാടും കണ്ടങ്ങൾ അരുവിനലുക്കണിക്കായ കിരീടം തലയിലഞ്ഞ കരിന്തൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ തേരിരയും പൂമാറ്റം പുറവടി വപ്പടി മൂടി കിടക്കും ചെമ്പൻ കാറുകൾ കുത്തോണം കൂട്ടുകൾ മീതെ ആതിയരമൻ കെട്ടിയ വെള്ള ആവാട അയ്യയ്യാവരവൻ ഇതമത്തം ചെയ്യും നല്ല ഹരിക്കൂടം 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 അയ്യയ്യാവരവൻ ഇതമത്തം ചെയ്യും നല്ല ഹരിക്കൂടം. This International Language Day, Madhur Bhasha Divas, we are celebrating. And